ക്ഷേമ പെൻഷനുകൾക്ക് അർഹത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ വീട്ടിൽ താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വാർദ്ധക്യ പെൻഷൻ അർഹതയുണ്ടോ? ഇല്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. മക്കൾക്കൊരു നിത്യവരുമാനമില്ലാതെ പോയി, മുന്നോട്ട് പഠിപ്പിക്കാനുള്ള സ്ഥിതിയില്ലാതെ പോയി. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അത് നല്ലൊരു വിഷമാണ്. പിന്നെന്താ, അന്നും കൂടെ പണി കഴിഞ്ഞ് വന്നത് സൊസൈറ്റി തന്നെ പണിയായിരുന്നു, കെട്ടുപണിയായിരുന്നു. റോഡിൻ്റെ പണി കഴിഞ്ഞ് വന്ന് കിടന്നതിന് ശേഷമാണ് ഇങ്ങനെ വയ്യാഴി വന്നത്. പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലെ വരുമാനം കുറഞ്ഞപ്പോൾ കുട്ടികളും ഒന്നിനും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ബോധമൊന്നുമില്ലാതായി. അങ്ങനെ മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ ചെന്നു. 9 ദിവസം 10 ദിവസം കണ്ട് അവിടെ കിടന്നു. അപ്പോൾ അവർ പറഞ്ഞു 8ാമത്തെ ദിവസം ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 3 ലക്ഷം രൂപ അവിടെ അടയ്ക്കണം, പിന്നെ റൂം വാടക. ഇതിങ്ങനെ ഒരവസ്ഥ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനായി ബാബുവേട്ടൻ ഓഫീസുകൾ കയറി ഇറങ്ങില്ല. പെൻഷന് വില്ലേജ് ഓഫീസിൽ പോയി കാർഡൊക്കെ വാങ്ങിയിട്ട് അപേക്ഷ കൊടുത്തു, അപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ അപ്പോൾ ആ ആഴ്ചയിൽ എൻ്റെ അളിയൻ മരിച്ചു. ഞാൻ നാട്ടിൽ പോയി. നാട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്, അതുകൊണ്ട് അപേക്ഷ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ കിട്ടുക, അല്ലെങ്കിൽ ഈ 3 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അല്ലാതെ ഒരു തന്നാൽ മതി, ഞങ്ങൾക്ക് പെൻഷൻ്റെ ആവശ്യമില്ല. ഈ 3 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ. ഇപ്പോൾ ഈ ഒരു 2 മാസത്തോടെ കഴിഞ്ഞ സൊസൈറ്റിയുടെ ഇവിടുത്തെ പണി കഴിയും. അപ്പോൾ അതിലേറെ വലിയൊരു പേടിയാണ് ഈ 2 മാസം കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുന്നത് മനസ്സിലുണ്ട്. പെൻഷൻ പൈസ കിട്ടിയാൽ മരുന്നിനാവും, മരുന്നിന് തികയില്ല, എന്നാലും ഒരു തൽക്കാല ആശ്വാസത്തിനാവും. നല്ല തണുപ്പുള്ള ഇടുക്കിയിൽ കണ്ണായ 3.5 ഏക്കർ സ്ഥലം ഇവർക്കുണ്ടെന്നാണ് ക്ഷേമ പെൻഷൻ നിഷേധിക്കാനുള്ള കാരണമായി സർക്കാർ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആ സ്ഥലം ഇവർക്കൊന്ന് കണ്ടെത്തി കൊടുത്താൽ മതി. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പാലക്കാടൻ ചൂടിൽ ഈ ആസ്ബറ്റോസ് ഷീറ്റിൻ്റെ താഴെ ചൂടും കൊണ്ട് ഇവർക്ക് നരകിക്കണ്ടല്ലോ. മൽഘോഷ് സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.